പരിശുദ്ധമായ ഖുർആനിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് എന്ന പേര് 4 തവണയാണ് ഹബീബായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനാണ്. ആ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയാൽ 4 പ്രാവശ്യം മുഹമ്മദ് എന്ന പേര് കാണാൻ. സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ പേരാണ് ഖുർആനിൽ കൂടുതലായി 139 പ്രാവശ്യം യാ മൂസ യാ മൂസ യാ മൂസ എത്ര ഒരുപാട് തവണ ഇടയ്ക്കിടെ പരിശുദ്ധമായ ഖുർആനിൽ വിളിക്കപ്പെട്ട പേരാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേര്. അതിനെ കുറിച്ച് പറഞ്ഞത് 25 പ്രാവശ്യം ആദം എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ. എന്നാൽ ഹബീബായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനാണ്. ആ ഖുർആനിൽ തങ്ങളുടെ പേര് പറഞ്ഞത് 4 പ്രാവശ്യമാണ്. അതിന് കാരണം 4 ഇമ്രാൻ സൂറത്തിൽ പറഞ്ഞിട്ട് മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മറ്റൊന്ന് അഹ്സാബ് സൂറത്തിൽ പറഞ്ഞിട്ട് മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലി, മറ്റൊന്ന് സൂറത്തുൽ ഫത്ഹില മുഹമ്മദുർ റസൂലുള്ളാഹ്, അതുപോലെ മറ്റൊന്ന് സൂറത്തുൽ മുഹമ്മദില വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വആമനു ബിമാ നുസില അലാ മുഹമ്മദ്. പേരിങ്ങനെ യാ മുഹമ്മദ് എന്ന് വിളിച്ചത് ഒരു സ്ഥലത്ത് ബഹുമാനത്തോടു കൂടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഇങ്ങനെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് തങ്ങളുടെ പേര്. ഇനി മഹാന്മാരെ കാരണം പറഞ്ഞിട്ടുണ്ട് പടച്ചോന്റെ ഒരു സിറാണ്. കാരണം അള്ളാഹ് നിങ്ങൾ നോക്കി, അള്ളാഹ് അതിന് 4 അക്ഷരം അലിഫ് ലാമു ലാമു ഹാ, അലിഫ് ലാമു ലാമു ഹാ, പടച്ചോന്റെ പേരിലുള്ള 4 അക്ഷരമാണ്. അപ്പൊ അതിനോടുള്ള ഒരു സൂചനയായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ തങ്ങളുടെ പേര് 4 പ്രാവശ്യം പറഞ്ഞത്. മുഹമ്മദിന് 4 അക്ഷരം, മീമു ഹാ അല്ലെ, മീമു ദാലി, മുഹമ്മദ് അതിന് 4 അക്ഷരം അല്ല, 4 അള്ളാഹ് 4 അക്ഷരം. അള്ളാഹുവിന്റെ ഒരു സിറാണ്. 4ന്റെ ഒരുപാട് പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ സൂറത്തിലാണ് 114, ലാസ്റ്റ് 4 114. ഇവിടെ ഖുർആൻ എത്ര കിതാബുകളാണ് ഇറക്കിയിട്ടുണ്ട്? 4 കിതാബാണ്. ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ, 4 കിതാബാണ്. 100 ഏടുകൾ എല്ലാം ഇറക്കിയിട്ടുണ്ട്. 100 ഏടുകൾ. ആ 100 ഏടുകൾ അന്ന് കൊടുത്തത് 4 പ്രവാചകന്മാർ. 100 ഏടുകളാണ് കൊടുത്തത് 4 ആളുകൾക്കാണ്. 4ന്റെ ഒരുപാട് പ്രത്യേകതയാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 ആണ്, ഖലീഫമാർ 4 ആണ്, മദാബിൽ ഇമാമിങ്ങൾ 4 ആണ്, ഖുതുബുൽ അഖ്താബിങ്ങൾ 4 ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ 4നുണ്ട്. പങ്കുവിളിക്കുമ്പോ അല്ലാഹു അക്ബർ ആദ്യമായി പറയുന്നത് 4 തവണയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 5 വക്ത നിസ്കാരം, അതിൽ 3 വക്തും 4 റക്അത്താണ്. ദുഹർ 4 റക്അത്ത്, അസ്ർ 4, ഇശാ 4. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ ഒന്നാണ് ഈ 4 തവണ. കാരണം അതൊരു സിറാണ്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സിറാണ് ഈ 4 എന്ന വാഗ്ദാനം പഠിപ്പിച്ചത്. അതിലേക്കുള്ള ഒരു സൂചനയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പരിശുദ്ധമായ ഖുർആനിൽ 4 തവണ. മൂസാ നബി അലൈഹി സ്വലാമിന് ഹബീബായ തങ്ങളോടും തങ്ങളെക്കാളും വലിയ ബഹുമാനം ഉണ്ടായതുകൊണ്ടല്ല. അത് നബി അലൈഹി സ്വലാമിന് ഹബീബായ തങ്ങളോടും തങ്ങളെക്കാളും വലിയ ബഹുമാനം കൊണ്ടല്ല. അവർക്ക് വിളിച്ചത് യാ ആദം, യാ മൂസ, യാ ഈസ, ഇങ്ങനെയാണ്. സാധാരണ അതുപോലെയാണ് ഖുർആൻ വിളിച്ചത്. ഹബീബായ തങ്ങൾ അങ്ങനെയല്ല. തങ്ങളെന്ന് പറഞ്ഞാൽ തങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചരിത്രവും ഒന്നും ഈ ലോകത്ത് കഴിഞ്ഞിട്ടുമില്ല, ഇനി വരാനില്ല. കഴിഞ്ഞിട്ടില്ല, വരാനില്ല. റസൂലുള്ളാഹി ഞങ്ങളുടെ ഇവിടുത്തെ ഇനിയിപ്പോ വരുന്ന റബീഉൽ റസൂലുള്ളാഹി ഞങ്ങളുടെ 1500ാമത്തെ ജന്മദിനം, 1500ാമത്തെ ജന്മദിനാണ് അടുത്ത പരിശുദ്ധമായ റബീഉൽ അവ്വൽ. കൃത്യം 1500. അപ്പൊ ഞാൻ പറഞ്ഞു, മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് 8000 കൊല്ലം കഴിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഞങ്ങൾ വരുന്നതിനേക്കാൾ 6500 കൊല്ലം മുമ്പ് വന്ന പ്രവാചകനാണ് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാലും ഈ ആദം നബി അലൈഹി സ്വലാമിനും അതിന്റെ ശേഷമുള്ള പ്രവാചകന്മാരുടെ എല്ലാ ചരിത്രത്തിനും ജീവിതത്തിനും ഹബീബായ തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടേണ്ട്. അതില്ലാതെ ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാമിനെ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിനെ പഠിച്ചിട്ട് ഹവ്വാവിനെ പഠിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി വികാരം മനസ്സിലിട്ട് കൊടുത്തിട്ടാകുമ്പോ കല്യാണം കഴിക്കണമെന്നായി. മലക്കുകൾ പറഞ്ഞു, സ്വലാത്ത് കൊടുക്കണോ, മഹർ കൊടുക്കണോ. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പ്രിയപ്പെട്ട ഹവ്വാവുമാനെ കല്യാണം കഴിക്കുമ്പോ മഹർ കൊടുത്തു. എന്താ മഹർ കൊടുത്താൽ എന്താ? ആഖിർ സമാനിൽ വരുന്ന ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്താണ്. ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീവിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി കൊടുത്ത മഹർ സ്വലാത്തായിരുന്നു. അള്ളാഹ് ചോദിച്ചിട്ട്, അല്ല ആദമേ, നിനക്ക് ഈ മുഹമ്മദ് എങ്ങനെയാണ് പരിചയം ചോദിച്ചു. മുഹമ്മദിന് എങ്ങനെയാ പരിചയം? അതിന്റെ പഠിച്ചോനെ എന്നെ പഠിച്ച് എനിക്ക് ഖുർആൻ കിട്ടുന്നത് എന്റെ കണ്ണ് ഞാൻ ആദ്യം ഇങ്ങനെ തുറക്കുമ്പോ എന്റെ കണ്ണിൽ ആദ്യം കണ്ടത് അർശാണ്. അർശെന്ന് പറഞ്ഞപ്പോ വിചാരിക്കണ മയ്യതി പണിയെ പോലത്തെ ഒരു സാധനം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഏതെങ്കിലും ഒരു പിടിക്ക് പോലത്തെ സാധനം, അതൊന്നും തന്നെ അർശ്. അർച്ചന പറഞ്ഞ അമ്മ കാണുന്ന ഈ ആകാശം ഭൂമി ഇതൊന്നും തന്നെ അതിനേക്കാളും വിശാലമായ അള്ളാഹുവിന്റെ ഒരു പടപ്പാണ് അർശ് എന്ന് പറഞ്ഞത്. അർശ് കുറിച്ച് തന്നെ പണ്ട് പറയുന്നത്. കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മള് ഈ കസാര നമ്മുടെ മനസ്സിൽ വരുന്ന കുറിച്ച് അള്ളാഹ് ഇങ്ങനത്തെ ഒരു കസാര ഇരിക്കാനുള്ള കസാര കുറിച്ച് ഇവരാണ് ഇങ്ങനെ പറയുന്നത്. അതൊക്കെ കൈയുണ്ട്, കാലുണ്ട്, അല്ലെ, എത്ര കൈയുടെ ഗണപതിയെ പോലെ, കൃഷ്ണനെ പോലെ, അല്ലെ. എന്താ വ്യത്യാസങ്ങൾ? ഇങ്ങനെ പറഞ്ഞാൽ എന്താ വ്യത്യാസം? പല മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്, വഹാബികളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ചിത്രം അത് കണ്ട ആളുകൾ പറഞ്ഞതാണ്.
ഒരു ചിത്രം ഇങ്ങനെ ഇങ്ങനെ വരച്ചോളൂ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ. അതാ കൈയുണ്ട, കൈയില്ല, കൈ വെട്ടു, കൈ മാറ്റി. അതാക്ക് തലണ്ട, തലയില്ല, മാറ്റി. അതാക്ക് ചെവിയുണ്ട, ഇല്ല, തല മാറ്റിനാകുമ്പോ ബോർഡിൽ എന്ത് വരും? അപ്പൊ അതല്ല, ഇല്ല, അതല്ല, അതല്ല, അതല്ല. അപ്പൊ അങ്ങനെയല്ല, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ്ക്ക് തലയുണ്ട്. ഇങ്ങനത്തെ വിശ്വാസം. അള്ളാഹ്ക്ക് തലയും കൈയുണ്ട്, ഞമ്മളെ പോലെ ഞമ്മളെ പോലെ ഇതാണ് പഠിച്ചോൻ. പഠിച്ചോൻ ആരാണ്? പഠിക്കാത്തതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പ്രത്യേകമായ മാരിഫത്തും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഈ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഖുറാനാണ്. ഖുറാൻ ഉണ്ടല്ലോ, അള്ളാഹ് കയ്യുണ്ടെന്ന് ഖുറാനില്ലേ? അള്ളാഹിന്റെ കയ്യിൽ ഖുറാനുണ്ട്. അപ്പൊ അതിന് അർത്ഥം വെക്കണേ നമ്മളാ യദുല്ലാന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞ നമ്മൾ സാധാരണ പറഞ്ഞ കയ്യുന്നാണ്. അപ്പൊ ഖുറാനിൽ പറഞ്ഞ യതിന്റെ അർത്ഥം വെക്കേണ്ടത് നമ്മളല്ലല്ലോ. അതിന് അർത്ഥം വെക്കേണ്ട ആളുകൾ വെക്കണ്ടേ? അതിമായി ഞങ്ങൾ പഠിപ്പിക്കണ്ടേ? പക്ഷെ എന്താ റസൂൽ എന്ന് പറഞ്ഞു യദുല്ല എന്ന് പറഞ്ഞാൽ കുതിർത്തുന്നതാണ്, അള്ളാഹുവിന്റെ കുതിർത്തുന്ന. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് അള്ളാഹിന്റെ അർശ് എന്ന് പറഞ്ഞ ഞമ്മ വിചാരിക്കുമ്പോൾ ഈ ചെറിയൊരു സാധനം ഒരു വണ്ടി പോലത്തെ സാധനമല്ല, അത് വിശാലമാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നെ നീ പഠിച്ചപ്പോ ആദ്യമായി ഞാൻ കണ്ടത് നിന്റെ അവസാനം പഠിച്ചോനെ. അർശ് കണ്ടപ്പോ ആ അർശ് കണ്ടൊരു ഭയങ്കര അത്ഭുതമായി. അപ്പൊ അർശിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് മുഹമ്മദാണ്? ഇനി 6500 കൊല്ലത്തിന് ഇപ്പുറം പടക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ്. അത് ആദം നബിന്റെ ഒരു പേര് മോനാണ്, അല്ലെ, പുള്ളിയാണ്. ആ പേര് കാണുമ്പോ ആദം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി അള്ളാഹിന്റെ പേരുമായിട്ട് ചേർത്തിട്ട് ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആട് ചിലർക്കാനാവൂല. ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിന്റെ ഉടനെ മുഹമ്മദ്. അള്ളാഹിന് ഇപ്പുറത്ത് പിന്നെ തൊട്ടുള്ളത് മുഹമ്മദാണ്. അപ്പൊ ആ മുഹമ്മദ് ചിലർക്കാരനല്ല, വലിയൊരു മനുഷ്യനാണ്. അപ്പൊ ആ മുഹമ്മദിന്റെ പേര് പഠിച്ചോനെ ഞാൻ സ്വലാത്തി സ്വലാത്തായിട്ട് വഹറായിട്ട് ചരിത്രമാണല്ലോ. കഴിഞ്ഞ ആഴ്ച മൂസാ നബിയുടെ ഒരു ചരിത്രം പറഞ്ഞു. മൂസാ നബിയുടെ കാലത്ത് 200 കൊല്ലം ജയിച്ചപ്പോ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, അവർക്ക് സംശയമൊന്നുമില്ല. അയാൾ ചോദിച്ച്, ഉസ്താദ് അങ്ങനെ കിതാബ് ഇണ്ടാ? ഒരാൾ സംശയം ചോദിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ക്ലാസ്സിൽ ഉള്ള ആളല്ല, നമ്മുടെ ശബ്ദം കേട്ടിട്ട് വായിച്ച് കേട്ടതാണെന്നറിയില്ല. ഇത് ആ വായിച്ച് ഇന്ന് കേൾക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ അപ്പൊ പിന്നെ അതങ്ങനെ വിചാരിക്കാൻ പാടില്ല, അല്ലെ? ഞമ്മ ഒരു കത്തിവായിട്ടുണ്ടാവുമ്പോ ഞമ്മ ഇങ്ങനെ തോന്നിയതന്നെ പറയുന്നത് ചെയ്യുന്നല്ല. എനിക്കറിയാം ഞാൻ കണ്ടുകൊണ്ടെങ്കിൽ അത് കണ്ട വിഷയമായിരിക്കും. അല്ലെങ്കിൽ വിശ്വസ്തരായ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ ക്ലാസ്സിലോ വാണിലോ കേട്ടതോ പറഞ്ഞതോ ആയിരിക്കും. അതാണ് ദീനെന്ന് പറഞ്ഞാൽ. എപ്പൊ ശക്ക് ഉണ്ടായാലുണ്ടല്ല, ശക്കുള്ള മനുഷ്യരെ എപ്പോഴും മോശമാവും. പറയുന്നതിന് ശക്ക് അങ്ങനെ ഉണ്ടാവും പാടില്ല. നമ്മുടെ ഈമാനെ ബാധിക്കുന്നതാണ്. ഞാൻ എന്റെ അടുക്ക പറഞ്ഞില്ലേ, കാസർഗോഡിലെ ഒരു പള്ളിയിൽ ഇമാമ് യുക്കിയിലേക്ക് പോകുമ്പോൾ പ്രസംഗിച്ച കാര്യം പറഞ്ഞു. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുൻഗാമികളെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈമാനോടുകൂടി മരിച്ചവരാണോ? മറ്റൊരു ആളുകൾ കണ്ടിട്ടുണ്ട് ആരുടെ മരിച്ചുപോയ ആളുകൾ. അതിൽ ആരും മൊയിലാൻ തലകെട്ട് കിട്ടണമെന്നില്ല. അല്ലാത്ത എത്ര ഉമ്മമാരുണ്ട്. ഇപ്പൊ എത്ര ആളുകൾ മരിച്ചാൽ നമ്മള് അന്തച്ച വലിച്ചു റമദാന്റെ 29 ആ അന്തച്ചാന്റെ മരണത്തെ കുറിച്ച് എന്തുവാണ് എന്തൊരു ചിരിച്ചിട്ടുള്ള മരണം, അയാൾ ആ മരിപ്പ് കണ്ടിട്ട് സന്തോഷം. അയാൾ ജ്യേഷ്ഠൻ പറഞ്ഞു സുരജമാത്തിന്റെ അല്ലാത്ത ഒരു ആശയം മനസ്സിൽ വെച്ച് നടന്ന ആളാണ്. ആര്യവന്നാവണമെങ്കിൽ എത്ര ആളുകൾ, എത്ര ഉമ്മമാർ, എത്ര അഭിമാനങ്ങളെ സ്നേഹിച്ച് എത്ര ഉമ്മമാർ മരിച്ചത് നമുക്കറിയാം. അവരുടെ മരണങ്ങൾ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും എനിക്കറിയില്ല, അല്ലെങ്കിൽ പറയുന്നത് കേട്ടതുമില്ല. ഒരു ആദ്യമായ മനുഷ്യൻ മരിച്ചു പോകുമ്പോ ഭയങ്കര ചിരിച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു സംഭവം കഴിയില്ല മരിക്കാനായ. എങ്ങനെ കഴിയും? ഒരു മരിക്കുന്ന സമയത്ത് വേണ്ടതായ നമ്മൾ മരിക്കുമ്പോ നമ്മുടെ അടുത്ത് നല്ല നല്ല ആളുകളുടെ ആത്മാക്കളുടെ സാന്നിധ്യം വേണം. പതിനിങ്ങൾ നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂടണം. ആനായ ഔദ്ധാങ്ങൾ ഒരുമിച്ച് കൂടണം. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. നമ്മ ഫാത്യബോധിന്റെ അനിയുടെ ബന്ധല്ല, അവർ മഹാന്മാരെ നിങ്ങൾ ഫാത്യബോധണ്ട് ബന്ധത്തിന്റെ അവരുടെ ഒരു നോട്ടം നമുക്ക് ഉണ്ടാക്കാനാണ്. ആ നോട്ടം കൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് എപ്പോഴാണ് മരിക്കുന്ന സമയത്തല്ലേ? ഇബ്ലീസ് ഇങ്ങനെ വെള്ളത്തിന്റെ പൂജമായിട്ട് ഇങ്ങനെ വരും, അല്ലെ? ആ വരുന്ന സമയത്ത് ഇബ്ലീസിന്റെ ചതിയിൽ പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് മഹാന്മാരാണ്, അവരുടെ ആത്മാക്കളാണ്. ആ ആത്മാക്കളുടെ സാന്നിധ്യം നമുക്ക് കിട്ടണമെങ്കിൽ അവർ സ്നേഹിക്കാത്ത ആളുകൾക്ക് എങ്ങനെ കഴിയാം? ഒരു ചരിത്രം നിങ്ങൾ ഒരാളെ സൂചിപ്പിക്കാൻ കഴിയും. ഇത്തരം ആളുകൾ സുന്നജമാഅത്തിന്റെ എതിരായി പ്രവർത്തിച്ച ആളുകൾ മരിച്ചുപോയി. നല്ല രൂപത്തിലുള്ള ഒരു മരം. എന്നാൽ ഇത്തരം ആളുകളുണ്ട്, എത്ര സ്വാധീനങ്ങൾ, എത്ര ഉമ്മമാരുണ്ട്, അല്ലെ? നല്ല ഈമാനോടുകൂടി മരിച്ചവർ, അല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചവർ. എനിക്കറിയാം, ഞമ്മ പഠിക്കുന്ന നമുക്ക് ഭക്ഷണം തന്ന കോട്ടക്കാരിൽ മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ്, അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് അവിടെ ക്യാൻറ്റീൻ സിസ്റ്റമാണ്. അപ്പൊ എല്ലാം നമുക്ക് വേണ്ടി ഭക്ഷണങ്ങൾ മുത്താലിങ്ങൾക്ക് വേണ്ട സോപ്പടക്കം, നമുക്ക് കുടിക്കുന്ന സോപ്പടക്കം നമുക്ക് വാങ്ങാനെന്തില്ല. കോൾഗേറ്റ്, ബ്രഷ് എല്ലാം ഇങ്ങനെ അവർ തന്നെ അയാൾ മരിച്ചുപോയി. മരിക്കുമ്പോ അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഉസ്താദിന്റെ തലയിലാണ് ഇയാൾ മടിയിൽ തലവെച്ചതാണ്. അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അയാൾക്ക് ഭയങ്കര വിക്കൽ വരുന്ന ആളാണ്. അപ്പൊ അയാൾ ഉസ്താദ് എന്തോ ഒരു മനുഷ്യനാണ്, നമ്മള് മടിയിൽ തലവെച്ചിട്ട് എന്ത് ചെടി മരിച്ചുപോയി. അള്ളാഹിനെ വിളിച്ച് എന്ന് വെച്ചിട്ടാണ് അയാളുടെ ശബ്ദം നിലച്ചുപോയി. ഇങ്ങനത്തെ എത്ര അനുഭവങ്ങളുണ്ട്, എത്ര പറയാൻ. എന്തുകൊണ്ട് കിട്ടിയതാണ്? ശക്തിയില്ലാത്ത ഈമാൻ.
സംശയമില്ലാത്ത ഈമാനാണ്. എവിടെ നമുക്ക് സംശയമുണ്ടോ അവിടെ നമുക്ക് കൊണ്ടുപോകും. എപ്പോ നമ്മുടെ ഈമാൻ ഉഷാറാവും. പറയേണ്ട ആളുകൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോണ്ട് നമ്മ സ്വന്തമായിട്ട് പറയുന്നതല്ല, സ്വന്തമായിട്ട് പറയാനല്ല, കിതാബ് കണ്ടിട്ട് അല്ലെങ്കിൽ കിതാബ് കണ്ട ആളുകൾ പറഞ്ഞ ക്ലാസ് കേട്ടിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെ ഹിസ്റ്ററി ആയാലും ഈ ലോകത്ത് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും തങ്ങളുമായി മുഹമ്മദ് റസൂലുള്ള തങ്ങളുമായി കണക്ഷൻ ഇല്ലാത്ത ഒന്നും ഇവിടെ നടന്നിട്ടില്ല, നടക്കാറില്ല. എല്ലാം അഭിമാനങ്ങളാണ്. കാരണം എന്താ? കാരണം അള്ളാന്റെ സിറാണത്. അള്ളാഹ് നാലക്ഷരാണെങ്കിൽ അതേ നാലക്ഷരത്തിന്റെ പേരിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് പഠിപ്പിക്കാനാണ് ഖുർആനിൽ ആയതവന മുഹമ്മദ് മുഹമ്മദ് എന്ന് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞാൽ ആ ഹബീബിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ നന്നാക്കി തരും. അതുപോലെ നമ്മുടെ ഈമാനെ വെളിച്ചമാക്കി തരണേ. ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തിലെല്ലാം തുടങ്ങിയിട്ട് കാര്യങ്ങൾ കുറെ അറിയുന്നവരും ആ ഹബീബിനെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എത്രയോ ആളുകൾ സുന്നത്തിലൂടെ മനാമിലൂടെ യന്ത്രത്തിലൂടെ ഹബീബായ തങ്ങളെ കണ്ടവരാ, സന്തോഷം പറഞ്ഞവരാ. ഞങ്ങൾക്കും ആ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്തെങ്കിലും അവിടുത്തെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള അവസരം തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ ചെറിയ സ്വലാത്തുകൾ മുഴുവൻ ഹബീബായ തങ്ങളിലേക്ക് നേരിട്ട് ഒഴിവാക്കപ്പെടുന്ന സ്വലാത്തുകളാക്കി തരണേ അല്ലാഹ്. ആ സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലും സലാമത്തിലുമാക്കണേ റഹ്മാനെ. ഒരുപാട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങൾ, ബേജാറുകൾ, പ്രതിസന്ധികൾ ഓരോ സെക്കൻഡുകളിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ആളുകൾ ബേജാറ് വസീയത്തിനവരാണ്. സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് എല്ലാ ബേജാറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. നല്ല ആനന്ദമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം, ആഫിയത്തുള്ള ജീവിതം മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ ഏത് രൂപത്തിൽ നിന്നിലേക്ക് നീ കൊണ്ടുപോയോ അതുപോലെ ഈമാനോടെ അല്ലാഹ് എന്ന് വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി, അതല്ലെങ്കിൽ വളച്ചോനെ നീ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നല്ല കലിമ ചൊല്ലി ഈമാനോടെ ഞങ്ങളെയും നിന്നിലേക്ക് നീ വിളിക്കണേ അല്ലാഹ്. കാലങ്ങൾ മുഴുവൻ നിനക്ക് വേണ്ടി അമൽ ചെയ്ത് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് എല്ലാം ചെയ്ത ഞങ്ങൾ അവസാന സമയമാകുമ്പോ യാ അല്ലാഹ് നീ കൈവിടല്ലേ റഹ്മാനെ, നീ കൈവിടല്ലേ അല്ലാഹ്. നമ്മുടെ ഖൽബിന്റെ ഈമാൻ നീ ഊരിയെടുക്കല്ലേ റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ഉസ്താദന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വെള്ളം തന്നവർ, നമ്മുടെ പള്ളിയെ സഹായിച്ചവർ, നമ്മുടെ മദ്രസയെ സഹായിച്ചവർ, ആ സഹായിച്ചവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير، ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله